കേന്ദ്രത്തിനെതിരായ ദില്ലി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിലെ വിവിധയിടങ്ങളിൽ ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുടെ മുന്നിലാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. തകരില്ല കേരളം, തളരില്ല കേരളം എന്ന മുദ്രാവാക്യം ദില്ലിയെ അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊള്ളിച്ചപ്പോൾ അതിൻ്റെ അലയൊലികൾ കേരളത്തിലുമെത്തി. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു. പാലക്കാട് ജില്ലയിൽ നടന്ന സമരം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന സദസ്സിൽ LDFിൻ്റെ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുത്തു. വാഴമുട്ടത്ത് നടന്ന ബഹുജന സദസ്സ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നാഗപ്പൻ ഉദ്ഘാടനം ചെയ്തു. വലിയതുറയിൽ CPI ജില്ലാ സെക്രട്ടറി മങ്കോട് രാധാകൃഷ്ണനും പേട്ടയിൽ മുൻ MP TN സീമയും സദസ്സ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൻ്റെ സമരം ഇന്ത്യൻ ജനതയുടെ സമരമായി മാറിയെന്നും എല്ലാ മേഖലയിലും മുന്നേറുന്ന കേരളത്തെ മോദി സർക്കാർ ദ്രോഹിക്കുകയാണെന്നും ആനാവൂർ നാഗപ്പൻ പറഞ്ഞു. എറണാകുളം മണ്ഡലത്തിൽ നടന്ന ഐക്യദാർഢ്യ സദസ്സ് കൊച്ചി മേയർ അഡ്വക്കേറ്റ് M അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായ ചെറുത്തുനിൽപ്പാണ് ദില്ലിയിലെ ഐതിഹാസിക സമരമെന്നും കേന്ദ്രത്തിൻ്റെ നയങ്ങൾ ഇടതുപക്ഷത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണെന്നും അനിൽകുമാർ കൂട്ടിച്ചേർത്തു. കോഴിക്കോട് ജില്ലയിൽ 78 കേന്ദ്രങ്ങളിലായാണ് LDF ബഹുജന സദസ്സ് സംഘടിപ്പിച്ചത്. കോഴിക്കോട് മുതലക്കുളത്ത് നടന്ന പരിപാടി CPIM ജില്ലാ സെക്രട്ടറി P മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക പ്രതിരോധം തീർക്കുന്ന കേന്ദ്രത്തിൻ്റെ നിലപാട് ശരിയല്ലെന്ന് പറയാൻ തയ്യാറാവാത്ത കോൺഗ്രസ് നിലപാടിനെ മോഹനൻ മാസ്റ്റർ വിമർശിച്ചു. പ്രതിപക്ഷ നേതാവ് BJPക്കൊപ്പമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൻ്റെ പോരാട്ടത്തിന് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമടക്കം പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ പിൻവലിഞ്ഞു നിന്ന UDFിനെതിരെ സദസ്സിൽ കടുത്ത വിമർശനമാണ് ഉയർന്നത്. BJP സർക്കാരിൻ്റെ നിലപാടിനെതിരെ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരാണ് സംസ്ഥാനത്ത് പ്രതിഷേധത്തിൽ അണിചേർന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.